सबको नमस्कार छात्रों। पिछले कक्षा में हम बीरबौटी नामक कहानी का 2 अनुच्छेद पढ़ा। पहली अनुच्छेद में बारिश आते समय हमारे प्रकृति में, हमारे पर्यावरण में क्या क्या परिवर्तन आते हैं और बारिश की खूबसूरती के बारे में इस अनुच्छेद में कवि बताते हैं। और दूसरी अनुच्छेद में, दूसरी भाग में बीरबौटी का विशेषता के बारे में वर्णन करते हैं। बीरबौटी सूर्ख, मुलायम, गदबदी, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें की तरह कवि प्रभात ने उसका वर्णन किया। और इस कहानी में 2 प्रमुख पात्र साहिल और बेला। साहिल और बेला बीरबौटी को बहुत पसंद करते हैं। उसे देखने के लिए वे घर से कुछ देर पहले निकल आते थे और बारिश की गंध भरी जमीन पर बैठ जाया करता था। ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. 2 പാരഗ്രാഫ് നമ്മൾ വായിച്ചു. 2 പാരഗ്രാഫിൽ ഒന്നിൽ മഴയുടെ സൗന്ദര്യം, പ്രകൃതിയിൽ മഴ പെയ്തതിനു ശേഷമുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 2ാമത്തെ പാരഗ്രാഫിൽ പ്രമുഖ കഥാപാത്രങ്ങളായിട്ടുള്ള സാഹിലും ബേലയും, 5ാം ക്ലാസ്സിലെ കുട്ടികൾ, അവർക്ക് ബീർബൗട്ടി എന്ന് പറഞ്ഞ ജീവിയെ വളരെയധികം ഇഷ്ടമാണ്. ബീർബൗട്ടി എങ്ങനെയുള്ളതാണെന്നാണ് ലേഖകൻ വർണ്ണിച്ചിട്ടുള്ളത്. സൂർഖ്, മുലായം, ഗദ്പതി, ആ വാക്ക് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. രക്തക്കളറിലുള്ള മിനുസമേറിയ മൃദുലമായിട്ടുള്ള ബീർബൗട്ടികൾ. അതേസമയം ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേം എന്നും കൂടി പറയുന്നുണ്ട്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന, നിഷ്കളങ്കമായി സഞ്ചരിക്കുന്ന രക്തത്തുള്ളികൾ, ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേം. ഓക്കെ, ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടി എടുക്കാം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാമത്തെ പാരഗ്രാഫാണ്. അപ്പൊ കഴിഞ്ഞ പാർട്ടിൽ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതിയിട്ട് ഞാൻ അയച്ചു തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും ബാക്കിയുള്ളവർ അത് ഈ വർക്കിന്റെ കൂടെ തന്നെ ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് അയച്ചു തരണം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്തത് സാഹിലും ബേലയും തമ്മിലുള്ള ഒരു സംഭാഷണം. അവർ ബീർബൗട്ടിയെ മണ്ണിൽ ഇരുന്നു കൊണ്ട് തിരയാൻ, അതുവരെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി അവർ അവിടെ നിന്നുള്ള സംഭാഷണം ശ്രദ്ധിക്കുക. बेला देखो इस बीरबौटी का रंग तुम्हारे रिबन के जैसे लाल, साहिल ने कहा. साहिल ने कहा, क्या कहा? साहिल बोला, बेला इस बीरबौटी का रंग तुम्हारे रिबन के जैसे लाल. ഈ ബീർബൗട്ടിയുടെ നിറം നിന്റെ തലയിലെ റിബൺ പോലെയാണ്. അതേ കളർ തന്നെയാണ് ഈ ബീർബൗട്ടിക്കും എന്ന് സാഹിൽ പറയാം. തുമ്നെ കുച്ച് സുനാ ബേല. അപ്പൊ തന്നെ സാഹിൽ ഒരു കാര്യം കൂടി ചോദിക്കണം. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും സൗണ്ട് കേട്ടോ? നീ എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഹാ സുനാ പഹലി ഗണ്ടിലേക്ക്. അപ്പൊ അവള് പറയാം, ഓ സുനാ, കേട്ടു. എന്താ കേട്ടത്? പഹലി ഗണ്ടിലേക്ക്, ഫസ്റ്റ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടു സ്കൂളിൽ. അപ്പൊ എവിടുന്നാണ് ഫസ്റ്റ് ബെല്ലടിക്കുക? സ്കൂളിൽ നിന്ന് അല്ലേ? അപ്പൊ സ്കൂളിൽ നിന്ന് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടു. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. അപ്പൊ സാഹിൽ പറഞ്ഞു, ലേക്കിൻ മുझे पेन में स्याही भरवानी है. പേനയിൽ സ്യാഹി എന്ന് പറഞ്ഞാൽ ഇങ്ക്, മഷി. എന്റെ പേനയിൽ മഷി നിറക്കണം. ഭർവാനി ഹെ, നിറക്കണം. ദുക്കാൻ സെ, ഇവിടെ നോക്കേണ്ടത് കടയിൽ നിന്നും. അപ്പൊ 2 പേർക്കും കടയിൽ നിന്നും പേനയിൽ മഷി നിറക്കണം. 2 പേർക്കും അല്ല, സാഹിലിന്. ഇനി അപ്പൊ ഓക്കെ, ഇവിടെ ഡയലോഗ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവര് കടയിലേക്ക് പോകുന്ന സംഭവമാണ്. അപ്പൊ ആ ഒരു കട നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇനി പറയാൻ പോകുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കുക. 1981 का साल, 1981. അതാണ് സാൽ എന്ന് പറഞ്ഞ വർഷം, ആ സമയത്തുള്ള ഒരു സമയം. राजस्थान में जयपुर के नजदीक सवारी घाटियों और माल घाटियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത്
സാധാ വാഹനങ്ങളെ കൊണ്ടും സവാരി ഗാഡിയാം और മാൽ ഗാഡിയാം ചരക്ക് വാഹനങ്ങളെ കൊണ്ടും സദാ ഭരാ ഫുലേര ജംഗ്ഷൻ നിറഞ്ഞിരിക്കുന്ന എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഫുലേര ജംഗ്ഷൻ കസ്ബെ കി ലഗ്ഭഗ് സുനി തങ് ഗലിയാം ഈ ജംഗ്ഷനിൽ പല ഭാഗത്തേക്കും ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളുണ്ട്. അവിടെയൊക്കെ സുനി തങ് ഗലിയാം ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ആളുകൾ കൂടിക്കിടക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകൾ, തെരുവുകൾ. ഗലി എന്ന് പറഞ്ഞാൽ തെരുവ് എന്നുണ്ട്, പക്ഷെ ഇവിടെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകൾ. ഗലിയോ മേ ഖാമോഷ് ഗഡെ ബിജലി കെ ഗംബെ ഈ തെരുവില് നിശബ്ദനായിട്ട് വൈദ്യുതി പോസ്റ്റ് ഉണ്ട്. അതാണ് ഖാമോഷ് ഗഡെ ബിജലി കെ ഗംബെ നിശബ്ദനായിട്ട് പോസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഗംബോങ് കെ ബീച്ച് ഗീച്ചി താരോ കി കതാരെ ഈ പോസ്റ്റിൽ നിന്നും അപ്പുറത്തുള്ള പോസ്റ്റിലേക്ക് ഇങ്ങനെ കമ്പി ഇങ്ങനെ വലിച്ചെട്ടിയിട്ടുണ്ട്. അതാണ് താരോ കി കതാരോ എന്നാണ്, കമ്പി ഇങ്ങനെ വലിച്ചെട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ പോസ്റ്റിൽ നിന്നും മറ്റൊരു പോസ്റ്റിലേക്ക് കമ്പി വലിച്ചു കെട്ടിയിട്ടുള്ളത്? അതെ. इन गलियों में जहां तहां दिखाई पड़ते मीठी ഗണ്ടിയാ ബജാത്തെ ഫേരി വാല ഈ തെരുവില് പല സ്ഥലങ്ങളിലും നമുക്കിങ്ങനെ കാണാം. എന്ത് കാണാം? മീഠി ഗണ്ടിയാ ബജാത്തെ ഫേരി വാല. ഫേരി വാല എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോയി വിറ്റ് നടക്കുന്ന ആളുകളാണ് ഫേരി വാല. അവരിങ്ങനെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിലും പിന്നെ ട്രെയിനിനുള്ളിലും ബസ് സ്റ്റാൻഡിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ സാധനങ്ങൾ ചുമന്ന് നടന്നിട്ട് ഇങ്ങനെ വിൽക്കുന്ന ആളുകളെ? അതാണ് ഫേരി വാല. മീഠി ഗണ്ടി വാല എന്ന് പറഞ്ഞാൽ എന്താ? മധുരമായ ശബ്ദത്തിൽ വിളിച്ചു പറയുന്ന ഇവർ സാധനങ്ങൾ വിറ്റ് നടക്കുക. അവരുടെ ആ സംസാര ശൈലിക്കാണ്, അതിനനുസരിച്ചിട്ടാണ് കച്ചവടം ഉണ്ടാവുക അല്ലെ. നല്ല രീതിയിൽ അവർ അവതരിപ്പിക്കും, അതിനനുസരിച്ച് ആളുകൾ സാധനങ്ങൾ വാങ്ങും. एक अंधेरी सी गली में 6-7 गधों की गुरों की टापों की आवाज़ें ഈ അന്തേരിക്ക് ഗലി എന്ന് പറഞ്ഞാൽ ഈ വലിയ പുരോഗതിയൊന്നും ഇല്ലാത്ത ഈ തെരുവില് എന്തുണ്ട്? ചെഹ് സാത് ഗദോं की गुरों की टापों की आवाज़ 6-7 കഴുതകൾ ഇങ്ങനെ നടക്കുന്ന, അവരുടെ കാലിന്റെ സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാം. ആവാസ് ശബ്ദം, കഴുതകൾ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്ന അവരുടെ കാലിന്റെ സൗണ്ട്. ഉൻകെ പീछे चलता एक बदन उठाड़े कुम्हार അവിടെ പിന്നിൽ അവയെ തളിച്ചു കൊണ്ടുപോയിട്ട് ഒരു പ്രായമുള്ള ഒരു കുമ്മാർ, ഒരു കൊശവൻ അവന്റെ ഈ കഴുതകൾക്ക് പിന്നാലെ നടക്കുന്നുണ്ട്. കുംഹാർ. इसी दृश्य के बीच से गुजरते हुए दो स्कूली बच्चे बेला और साहिल ഈ ദൃശ്യങ്ങൾക്കൊക്കെ ഇടയിലൂടെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ അവർ മാത്രമല്ല ഈ ദൃശ്യങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന 2 സ്കൂൾ കുട്ടികളെയും കാണാം. ആരൊക്കെയാണ്? ബേല ഔർ സാഹിൽ, ബേലയും സാഹിലും. അപ്പോ അവര് എന്താണ് ഈ കഥയുടെ യഥാർത്ഥ രീതിയിലേക്ക് കൊണ്ടുവരാണ് ലേഖകൻ. അപ്പൊ അവിടുത്തെ ഒരു അന്തരീക്ഷം ഇവിടെ പറയാം. ഉൻ ദിനോം പേൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ഭരി ജാതി ആ സമയത്ത് 1981 കാലഘട്ടത്തിൽ പേനയിലൊക്കെ മഷി നിറക്കാന് 50 പൈസ, നീല മഷി നിറക്കാൻ 50 പൈസ കൊടുക്കുമായിരുന്നു. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में स्याही भरते थे ആ ഫില്ലർ ഉപയോഗിച്ചിട്ട് സ്റ്റേഷനറി കടക്കാരൻ അവരുടെ പേനയിൽ മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ പഴയൊരു സംഭവം, ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു അവസ്ഥയല്ല പറഞ്ഞിട്ടുള്ളത്. ഒരു അധികം പുരോഗതി ഇല്ലാത്ത ഒരു വലിയ ജംഗ്ഷൻ, പല ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകൾ. ആ പോക്കറ്റ് റോഡിലൊക്കെ ആളുകൾ സൈഡിൽ സാധനം വെച്ച് വിൽക്കുന്നുണ്ട്, കൊണ്ട് നടന്ന് വിൽക്കുന്നുണ്ട്. പിന്നെ നിശബ്ദനായിട്ട് പോസ്റ്റ് ഉണ്ട്, അതിൽ നിന്നും കമ്പികൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഒക്കെ ഒരു പഴയ കാലത്തെ ഒരു ഓർമ്മിപ്പിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനിടയിലാണ് സാഹിലും ബേലയും പേനയിൽ മഷി നിറക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പാരഗ്രാഫ് നന്നായിട്ട് വായിക്കണം. ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വേർഡ്സുകൾ നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾ കേൾക്കുന്ന വേർഡ്സുകൾ നോട്ട് പുസ്തകത്തിലേക്ക് പറയുമ്പോൾ തന്നെ നോട്ട് എഴുതി വെക്കുക അല്ലേ. ഇപ്പൊ നോക്കൂ, മാൽഗാഡിയാം, സവാരി ഗാഡിയാം, പിന്നെ ഖാമോഷ്. ഖാമോഷ് എന്ന് പറഞ്ഞാൽ എന്താ? നിശബ്ദം എന്നൊക്കെ പറഞ്ഞ കുറെ വാക്കുകളുണ്ട്. അപ്പൊ ഇത് വീഡിയോ കേട്ടിട്ട് അപ്പോൾ തന്നെ താഴേക്ക് വേർഡ്സ് എഴുതി വെക്കണം, മീനിങ്ങും എഴുതി വെക്കണം. ഓക്കെ, അപ്പം ആ പാരഗ്രാഫ് കഴിഞ്ഞു, ഒരു ഡയലോഗ് കഴിഞ്ഞു. അവർ പോയി മഷി നിറക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. ഇനി കുറച്ചും കൂടി പറയാം. അവർ സ്കൂളിലേക്ക് ഇനി അടുത്തത് അങ്ങനെ കടയിലേക്ക് ചെല്ലുന്നതാണ്, അതും കൂടി പറയാം. पेन में कुछ स्याही बची थी उसे साहिल ने जमीन पर छिड़क दिया. അപ്പോൾ പേനയിൽ മഷി നിറക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് മഷി ബച്ചി തീ അല്ലെ ബാക്കി ഉണ്ടായിരുന്നു പേനയിൽ. അവസാനം കുറച്ച് മഷി ബാക്കിയുണ്ട്. അത് സാഹിൽ എന്ത് ചെയ്തു? ജമീൻ പർ ചിടക് ദിയ എന്ന് പറഞ്ഞാൽ അതങ്ങനെ കുടഞ്ഞങ്ങോട്ട് കളഞ്ഞു, മണ്ണിലേക്ക് കുടഞ്ഞു കളഞ്ഞു, ഭൂമിയിലേക്ക് കുടഞ്ഞു കളഞ്ഞു.
നൈ സ്യാഹി ബർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പहुंचे. അങ്ങനെ പുതിയ മഷി, നൈ സ്യാഹി എന്ന് പറഞ്ഞാൽ പുതിയ മഷി നിറക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കടയിലേക്ക് എത്തി. ദുക്കാൻ പർ പहुंचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. അവിടെ നോക്കൂ, ഈ പേനയിലൊന്ന് മഷി നിറച്ചു തരുമോ എന്ന് സാഹിൽ സെ പഹലെ ബേലാനെ ദുക്കാൻദാർ സെ കഹ. ഈ പേനയിലൊന്ന് മഷി തരുമോ എന്ന് സാഹിലിന്റെ മുന്നേ ബേല ചോദിക്കാണ്, ചാടി കയറിക്കൊണ്ട് ചോദിക്കാണ്. അപ്പൊ ഇവിടെ പിന്നെ ഏക് പേൻ സ്യായി ബർദോ എന്ന് യഹ് കിസ്നെ കിസ്സെ കഹ എന്ന് പറഞ്ഞാൽ ഇത് ആരോട് പറഞ്ഞു? ആരോടാ പറഞ്ഞത്? ബേല ദുക്കാൻദാർ സെ. ബേലാനെ ദുക്കാൻദാർ സെ, ബേല കടക്കാരനോടാണ് പറഞ്ഞത്. അതൊരിക്കലും സാഹിലല്ല. ആരുടെ പേനയിലാണ്? കിസ്കെ കലമേ സ്യായി ബർത്താതെ, ആരുടെ പേനയിലാണ് മഷി നിറക്കേണ്ടതെന്ന് ചോദിച്ചാലോ സാഹിൽ കി കലമേ, സാഹിലിന്റെ പേനയിൽ. ഓക്കെ, അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കണം. പറഞ്ഞത് ആരാന്ന് നോക്കണം, ആരോടാണ് പറഞ്ഞതെന്നൊക്കെ നോക്കണം. അപ്പൊ കടക്കാരൻ പറയും, നോക്കൂ, ബേട്ട സ്യാഹി കി ബോത്തൽ അബി ബി ഖാലി ഹോ ഗയി, അബ് തോ കൽ ഹി മിൽ പായേഗി. സ്യാഹി കി ബോത്തൽ, മഷിക്കുപ്പി, അതാണ് ബോത്തൽ, കുപ്പി. അബി ബി ഖത്തം ഹോ ഗയി ഖാലി ഹോ ഗയി. ഖത്തം ഹോ ഗയി ഖാലി ഹോ ഗയി രണ്ടും ഒരർത്ഥാണ്. ഇപ്പൊ അങ്ങോട്ട് തീർന്നു പോയിട്ടുള്ളൂ. അബീബി ഇപ്പൊ അങ്ങോട്ട് തീർന്നു പോയിട്ടുള്ളൂ. അബ് തോ കൽ ഹി മിൽ പായേഗി. കൽ എന്ന് പറഞ്ഞാൽ എന്താ? നാളെ. ഇനി ഇന്നലെ കിട്ടും. കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നുള്ളൊരർത്ഥമില്ലേ? അപ്പൊ എന്താണ് ഇവിടെ അർത്ഥം? അബ് തോ കൽ ഹി മിൽ പായേഗി, ഇനി നാളെ മഷി കിട്ടുള്ളൂ. ഓക്കെ, ഒരിക്കലും ഇനി ഇന്നലെ മഷി കിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ കൽ എന്നുള്ളതിന്റെ അർത്ഥം പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. ഇന്നലെ, നാളെ, രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. ലേക്കിൻ, അപ്പോ നോക്കൂ, ലേക്കിൻ ഇസ്നെ തോ പേൻ മേ ജോ സ്യാഹി ദി ഉസെ ബി ജമീൻ പർ ചിടക് ദിയ, ബേല ബോലി. അപ്പൊ എന്താ പറഞ്ഞത്? ഇസ്നെ, ബേല ബോലി, ബേല പറഞ്ഞു. ബേല എന്താണ് പറയുന്നത്? ഇസ്നെ തോ പേൻ മേ ജോ സ്യാഹി ദി ഉസെ ജമീൻ പർ ചിടക് ദിയ. നേരത്തെ പറഞ്ഞില്ലേ, ഇവൻ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് കളഞ്ഞു, കുടഞ്ഞു കളഞ്ഞു, ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് കുടഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ അതിന് ഈ കടക്കാരൻ പറഞ്ഞ മറുപടിയോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. പക്ഷെ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ അത് ആ വാക്ക്, കടക്കാരൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നഹീ ടുലാനാ ചാഹിയെ, ദുക്കാൻ വാലെ ഭയ്യ നെ കഹ ഔർ പൂച്ച കോൻ സി മേ പഠത്തെ ഹോ തും. എന്താ പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നഹീ ടുലാനാ ചാഹിയെ. മേഘത്തെ കാണുമ്പോഴേക്ക് കുടത്തിലെ വെള്ളം കമഴ്ത്തി കളയാൻ പാടില്ല. ദുഃഖൻ വാലനെ കഹ, ആ കടക്കാരൻ ഭയ്യ സഹോദരൻ പറഞ്ഞു. അവർ പൂച്ച, എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, കോൻ സി മേ പഠിത്തയോ, നിങ്ങൾ രണ്ടുപേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് എന്ന് ദുഃഖൻ വാല ഭയ്യനെ കഹ. ദുഃഖൻ വാല സഹോദരനാൻ ദുഃഖൻ വാല എന്ന് പറഞ്ഞ ആ സഹോദരൻ പറഞ്ഞു. ഇവിടെ ദുഃഖൻ വാല എന്ന് പറഞ്ഞ കടക്കാരൻ എന്നാണ് അർത്ഥം കേട്ടോ. पांचवी में साहिल ने ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो. അപ്പൊ സാഹിലാണ് അതിന് മറുപടി പറഞ്ഞത്. പാഞ്ച്വി മേ, 5ാം ക്ലാസ്സിൽ, സാഹിൽ ऐसे बुरे मन से बताया, സാഹിൽ വളരെ സങ്കടത്തോടെയാണ് പറഞ്ഞത് 5ാം ക്ലാസ്സിൽ നിന്ന്. ജയ്സെ പാഞ്ച്വി മേ പഠന പാപ് ഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇന്ന് തെറ്റാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് തെറ്റാന്ന് പറയാൻ കാരണം അവന്റെ കയ്യിൽ ഇന്ന് മഷിയില്ല, പേനയിൽ മഷിയില്ല. പേനയിൽ മഷിയില്ലാതെ ഇന്ന് സ്കൂളിൽ പോകുന്നത് ഭയങ്കര സങ്കടമുള്ള ഒരു അവസ്ഥയാണ് അവനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു കാര്യത്തിലേക്ക്, നമ്മളൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത്. നമ്മളൊരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് പേന, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, പിന്നെ ബോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇതൊന്നും ഇല്ലാതെ നേരെ സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിൽ ഇരുന്നാൽ എന്താണ് അവസ്ഥ? നമുക്ക് ചിലപ്പോൾ പിന്നെ പല പഠിക്കുന്ന കുട്ടികൾക്കും അങ്ങനെയുള്ള സംഭവം ഇല്ലാതെ സ്കൂളിലേക്ക് പോകാൻ തോന്നില്ല അല്ലേ? അത്തരത്തെ വളരെ ഉത്തരവാദിത്തത്തോടെ നോക്കി കാണുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ആയിരിക്കണം. അപ്പൊ സാഹിലിന് അതാണ് ബുരേ മനസ്സ് എന്ന് പറഞ്ഞാൽ, വളരെ പ്രയാസമുള്ള മനസ്സോടെ. കാരണം ഈ മഷി കിട്ടാതെ എങ്ങനെ സ്കൂളിലേക്ക് പോവാ? അപ്പോ ദോനോ ദുക്കാൻ വാലേ ഭയ്യനേക്ക. അപ്പൊ രണ്ടുപേരും കടക്കാൻ ചെയ്യുക, നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ? ഹാ ദോനോ. അപ്പോ അതെ, ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ്. ഔർ ഹം, ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ്. ഔർ ഹം ദോനോ ക സെക്ഷൻ ബി ഹി എ. എന്നിട്ട് അവൾ പറയാണ്, ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷനും ഒന്നാണ്, എ. ഞങ്ങൾ രണ്ടുപേരും 5A ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. വേല വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ മാത്രമെന്നല്ല, പിന്നെ ഒരേ ഡിവിഷനിലാണ് എന്നുള്ളത് അവൾ വളരെ സന്തോഷത്തോടെ പഠിക്കുക. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. സാഹിലിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ഡിവിഷനിൽ പഠിക്കുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് അവൾ മനസ്സിലാക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് അവൾ വളരെ ഖുഷ് ഹോക്കർ ബത്തായ, സന്തോഷത്തോടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതുവരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാം. അത് വീണ്ടും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. അവർ തമ്മിലുള്ള ഡയലോഗ്സിൽ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ ഫുലേര ജംഗ്ഷന്റെ പ്രത്യേകതകൾ, അതേപോലെ പിന്നെ മഷി വാങ്ങാൻ പോകുന്ന സമയത്ത് കടക്കാരൻ ദുക്കാൻദാർ ഭയ്യാനെ കഹ ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നിഹിൻ ടുലാന ചാഹിയെ. അത് തന്നെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. കടക്കാരൻ എന്ത്, ദുക്കാൻ വാല ഭയ്യാനെ എസാ ക്യോം കഹ, കടക്കാരൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ് അല്ലേ. പേനയിലുള്ള മഷി കളഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അയാൾ ഇങ്ങനെ പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞതാ, ഇതാണ് ചോദ്യം, എല്ലാവരും നോട്ട് ചെയ്തേക്കണം. ദുക്കാൻ വാല ഭയ്യ നെ കഹാ കി ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നിഹിൻ ടുലാന ചാഹിയെ. മേഘത്തെ കാണുമ്പോഴേക്ക് കുടത്തിലെ വെള്ളം കമഴ്ത്തരുത്. ക്യോ, എന്തുകൊണ്ട്, എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു എന്നാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ആലോചിച്ചിട്ട് ശ്രദ്ധിച്ചെഴുതണം. അതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫുലേര ജംഗ്ഷന്റെ പ്രത്യേകതകൾ എന്താണ്? ഫുലേര ജംഗ്ഷൻ മേ ക്യാ ക്യാ തീ, ഫുലേര ജംഗ്ഷനിൽ എന്തെല്ലാം ഉണ്ട്? അപ്പോൾ രണ്ട് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഫുലേര ജംഗ്ഷൻ മേ ക്യാ ക്യാ തീ, ഫുലേര ജംഗ്ഷനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഔർ പിന്നെ ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നിഹിൻ ടുലാന ചാഹിയെ ദുക്കാൻദാറിനെ ഏസാ ക്യോം കഹാ, മേഘത്തെ കാണുമ്പോഴേക്ക് പിന്നെ കുടത്തിലെ വെള്ളം ഒഴിച്ച് കളയരുത് എന്ന് കടക്കാരൻ പറയാനുള്ള കാരണം. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ക്ലാസ്സിൽ എഴുതി